പല സോഷ്യൽ മീഡിയകളും നമ്മൾ ഇന്നലെ മുതൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും എക്സ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ മറ്റ് മീഡിയകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത റെസ്ലറായ വിനീഷ് പഗോട്ട് എന്ന വനിതയെക്കുറിച്ചായിരിക്കും. അതായത് വിനീഷ് പഗോട്ട് എന്ന വ്യക്തി, ആ വനിത, വെറും 100 ഗ്രാമിൻ്റെ ഓവർ വെയ്റ്റ് കാരണം അദ്ദേഹത്തിന് ഈ റെസ്ലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയാതെ വരുന്നു. അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു വാർത്ത ആക്ച്വലി പല സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴിതിരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതിന്. അതിന് മുമ്പ് ഹൈ എസ്കേ പ്ലാറ്റ്ഫോം, ദിസ് ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ നമ്മുടെ എസ്കേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമല്ല എങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അംഗമാവുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിന് സാധിക്കുകയുള്ളൂ. ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വിനീഷ് പഗോട്ട് എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഈ ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും BJP MP ആയ ബ്രിജ്ഭൂഷൺ അദ്ദേഹം ഈ കായിക താരങ്ങൾക്കെതിരെ അപമര്യാദയായി പെരുമാറി എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിനീഷ് പഗോട്ട്, അതുപോലെ തന്നെ സാക്ഷി മാലിക് തുടങ്ങിയ കായിക താരങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു. ഇത്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കായിക താരമായിരുന്നു വിനീഷ് പഗോട്ട്. ഈ ബ്രിജ്ഭൂഷൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ സമരം ചെയ്ത വിനീഷ് പഗോട്ട് എന്ന വ്യക്തിക്ക് ആക്ച്വലി ഈ പ്രാവശ്യത്തെ ഒളിമ്പിക്സിന് പങ്കെടുക്കാൻ കഴിയുമോ എന്നതിൽ പോലും സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനിൽ നിന്ന് ഇദ്ദേഹത്തിന് കോൾ വരികയും പിന്നെ അങ്ങനെ ഈ പ്രാവശ്യത്തെ 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ഇദ്ദേഹത്തിന് ചാൻസ് ലഭിക്കുകയും ചെയ്തു. വിനീഷ് പഗോട്ട് ആക്ച്വലി 53 എന്ന വെയ്റ്റ് കാറ്റഗറിയിലാണ് ആക്ച്വലി ഈ റെസ്ലിങ്ങിലൊക്കെ പൊതുവെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 50 കിലോഗ്രാം വെയ്റ്റ് കാറ്റഗറിയിലാണ്. ഇദ്ദേഹം ആക്ച്വലി ഈ റെസ്ലിങ്ങിൽ, അതായത് ഗുസ്തി മത്സരത്തിൽ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുമായിട്ട്, പ്രത്യേകിച്ചും വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള ആൾക്കാരോട് പോലും മല്ലടിച്ച് ജയിച്ച് ഫൈനൽ വരെ എത്തി. നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ ആരും തന്നെ റെസ്ലിങ്ങിൽ ഫൈനലിൽ വരെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് തന്നെ ഫൈനലിൽ എത്തുന്നത്. പിന്നെ ഇദ്ദേഹം ഫൈനലിൽ എത്തിയതിന് ശേഷം ഈ ഫൈനലിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്തായാലും 50 കിലോ വെയിറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇദ്ദേഹം കിട്ടുന്ന സമയം കൃത്യമായിട്ട് ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോസസ്സിലൂടെയാണ് ആക്ച്വലി ഇദ്ദേഹം കടന്നു പോയിരുന്നത്. പ്രത്യേകിച്ചും ഹെയർ കട്ട് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം പോലും കഴിക്കാതെ നിരന്തരം ട്രെയിനിങ്ങിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഇദ്ദേഹം. ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 100 ഗ്രാമിൻ്റെ ഓവർ വെയിറ്റ് ഉള്ളതായിട്ട് കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് ആക്ച്വലി ഇദ്ദേഹത്തെ ഈ മത്സരത്തിൽ നിന്ന് ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യുന്നത്. ഈ 100 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നമുക്കറിയാം, ഇപ്പോൾ കടയിലൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ചും ഈ 100 ഗ്രാമിൻ്റെ സാമ്പാർ പൊടിയോ ഇല്ലെങ്കിൽ ചായപ്പൊടിയോ മേടിക്കുമ്പോഴുള്ള ആ ഒരു പാക്കറ്റിൽ കാണില്ല ആ വെയിറ്റാണ് ഇദ്ദേഹത്തിന് ആക്ച്വലി ഒരു ഡിസ്ക്വാളിഫിക്കേഷന് കാരണമായി മാറുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ പലതരത്തിലുള്ള വാർത്തകളാണ് പല സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും ഇതിനു മുമ്പ് ഈ ഇത്തരത്തിലുള്ള ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള വിജേന്ദർ സിംഗ് എന്ന് പറയുന്ന ബോക്സർ, അദ്ദേഹം പോലും പറയുന്നു ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഇന്ത്യയിലെ പല മന്ത്രിമാരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനോട്, ഇവിടുത്തെ ഒളിമ്പിക്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രശ്നത്തിനെതിരെ അപ്പീൽ ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് നമുക്ക് ഇതുവരെ കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ബട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. എന്തായാലും വിനീഷ് പഗോട്ട് പങ്കെടുക്കുന്ന 3ാമത്തെ ഒളിമ്പിക്സാണിത്. ഈ ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം ഫൈനൽ വരെ എത്തുന്നത്. അപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ നോക്കുമ്പോൾ പൊതുവെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഫൈനലിലെത്തുന്ന ആദ്യ വനിതയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഈ റീച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫ്യൂച്ചർ ജനറേഷൻ ഒരു മോട്ടിവേഷനാണ്. നമ്മൾ 140 കോടി ജനങ്ങളും ഒരു സ്വർണ്ണ മെഡലിനായിട്ട്, പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ബട്ട് അതിപ്പോഴും ഒരു പ്രതീക്ഷയായിട്ട് തന്നെ തുടരുകയാണ്. വിനീഷ് പഗോട്ട് പങ്കെടുത്ത എല്ലാ മത്സരങ്ങളും അദ്ദേഹം വിജയം കൈവരിച്ചിട്ടുണ്ട്. ഫൈനൽ മാത്രമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാനായിട്ട് സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു തോൽവിയുമല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാരണം തോൽവിയും ജയം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മത്സരം ഉണ്ടാകുമ്പോഴാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.
എനിവേ ഇത് സംബന്ധിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൂടുതൽ ആൾക്കാർക്കും എത്തുന്നതിന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.